Hey all, welcome to Future Powered by Gokulam. So നമ്മൾ ഇന്ന് സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു റീജിയൻ ആണ്. സോ മൈക്രോസ്കോപ്പിന്റെ പാർട്സ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. സോ സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നതിൽ മൈക്രോസ്കോപ്പിന്റെ പാർട്സുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, വൈ കാൻ വി സീ സെൽസ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ. സെല്ലുകൾ നമുക്ക് നമ്മുടെ നീക്കഡ് ഐസ് കൊണ്ട് കാണാൻ വേണ്ടി പറ്റത്തില്ല അല്ലെ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈക്രോസ്കോപ്സ് എന്ന് പറയുന്നത്. സോ ദ സെൽസ് വിച്ച് ആർ ടു സ്മോൾ, വളരെ സ്മോൾ ആയിട്ടുള്ള സെല്ലുകളെ നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടി, നീക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റാത്ത സെല്ലുകളെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, മൈക്രോസ്കോപ്പുകൾ ഉള്ളത്. ഓക്കെ, സോ ദിൽ ആക്ച്വലി എന്ത് ചെയ്യും, മാഗ്നിഫൈ ചെയ്യും. നമുക്ക് എന്ത് ഒബ്ജക്റ്റിനെയാണോ കാണേണ്ടത് ആ ഒബ്ജക്റ്റുകളെ മാഗ്നിഫൈ ചെയ്ത് നല്ല ഫോക്കസ് ചെയ്ത് സൂംഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് മൈക്രോസ്കോപ്പുകൾ തരാം. ഓക്കെ, സോ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പീസിലും നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. സോ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മാഗ്നിഫൈ ചെയ്യും, സ്മോളർ ഒബ്ജക്ട്സുകളെ മാഗ്നിഫൈ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് മൈക്രോസ്കോപ്പിന്റെ പാർട്സുകൾ ഒന്ന് നോക്കിയാലോ. ഓക്കെ, സോ വെൻ ലുക്കിംഗ് ഇൻ ടു ദ മൈക്രോസ്കോപ്പ്, ലൈറ്റ് മൈക്രോസ്കോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്ന ഒരു ഭാഗമുണ്ട്, മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ ഐ പീസ് എന്ന് പറയാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഐ ഒക്കെ വെച്ചിട്ട് നല്ല സൂംഡ് ഇമേജിന് വേണ്ടി നമ്മൾ നോക്കുന്ന ഭാഗം നമ്മുടെ ഐ പീസ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് പോർഷൻ ഉണ്ട്, നമുക്കൊരു ബോഡി ട്യൂബ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ബോഡി ട്യൂബ്. ഓക്കെ, ദിസ് വൺ ഇസ് ദ ബോഡി ട്യൂബ്. ഓക്കെ, ഈ ബോഡി ട്യൂബിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസസ് ഇല്ലേ, ഒബ്ജക്റ്റീവ് ലെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലെൻസസ് നമുക്ക് 40x കാണാൻ പറ്റും, 10x കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറച്ചധികം ഒബ്ജക്റ്റീവ് ലെൻസസ്, 3 ഒബ്ജക്റ്റീവ് ലെൻസസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ ഒബ്ജക്റ്റീവ് ലെൻസസിന്റെ പരിപാടിയാണ് നമ്മൾ കാണുന്ന ഇമേജിനെ മാഗ്നിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ആ ഒരു ഒബ്ജക്റ്റീവ് ലെൻസസിനെ ഐ പീസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് നമ്മുടെ ബോഡി ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ആർ ആക്ടിങ് ആസ് എ കണക്ഷൻ. ഐ പീസിന്റെയും ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും ഇടയിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ബോഡി ട്യൂബ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആം കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ മൈക്രോസ്കോപ്പിൽ ഒരു ആം കാണാൻ പറ്റും. ഈ ആമിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മൈക്രോസ്കോപ്പിനെ ക്യാരി ചെയ്യുന്നത്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ക്യാരി ചെയ്യണത് ഈ ഒരു ആം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ 2 നോബുകളെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു നോബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. കുറച്ചും കൂടെ ലാർജർ ആയിരിക്കും കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. ഇനി നമുക്ക് അതിന്റെ താഴെ നമുക്കൊരു ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് കാണാൻ പറ്റും. ഓക്കെ, ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബും കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയണ്ടേ? കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റഫ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും അവരവിടെ പ്രൊവൈഡ് ചെയ്യുക, റഫ് ഫോക്കസിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോക്കസിംഗ് നമുക്ക് തരും. ഓക്കെ, സോ നമ്മൾ ഇമേജ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇവരെ ഒന്ന് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ഇമേജസിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതിന്റെ താഴെ നമുക്ക് മൈക്രോസ്കോപ്പ് വെക്കാൻ ഒരു ബേസ് വേണ്ടേ? ആ ഒരു ബേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് സോഴ്സ് കാണാം. നമുക്ക് ആ ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ആ ഒരു എന്താണോ സ്പെസിമെൻ അതിനെ നമ്മൾ വ്യൂ ചെയ്ത് സൂം ചെയ്ത് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഈ ലൈറ്റിനെ കൺവേ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു കണ്ടൻസർ ഉണ്ട്. ഓക്കെ, കണ്ടൻസർ എന്ത് ചെയ്യും, ആ ലൈറ്റിനെ മേജർലി ഫോക്കസ് ഔട്ട് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റേജ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ സ്റ്റേജ് എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജിന്റെ മുകളിലാണ് നമ്മൾ ആര് പ്ലേസ് ചെയ്യുക, നമ്മുടെ സ്ലൈഡുകൾ നമ്മൾ പ്ലേസ് ചെയ്യുക. എന്താണോ സ്പെസിമെൻ നമുക്ക് വ്യൂ ചെയ്യേണ്ടത് ആ സ്പെസിമെനെ നമ്മൾ എവിടെയാ പ്ലേസ് ചെയ്യുക, നമ്മുടെ ഈ സ്റ്റേജിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഈ സ്റ്റേജിൽ നമുക്കൊരു ക്ലിപ്പും കൂടെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ക്ലിപ്പും കൂടെ കാണാൻ പറ്റും, അതുകൂടി മിസ് മാർക്ക് ചെയ്ത് തരാം. സോ ഇതാണ് നമ്മുടെ ക്ലിപ്പ്. സോ ഈ ക്ലിപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിപ്പ് വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടി ആ ക്ലിപ്പൊക്കെ വെച്ചിട്ടാണ് സ്റ്റേജിൽ ആ സ്പെസിമെൻ നമ്മൾ സ്ലൈഡിലാക്കിയിട്ട് വെക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിമെൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റീവ് ലെൻസസ് തിരിച്ചിട്ട് അതിന്റെ മാഗ്നിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഐ പീസിലൂടെ നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ പാർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളോട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കുന്ന ഭാഗത്തിന് നമ്മൾ ഐ പീസ് എന്ന് പറയും. സെക്കൻഡ് പാർട്ട് നമുക്കൊരു ബോഡി ട്യൂബ് ഉണ്ട് വിച്ച് നോർമലി കണക്ട്സ് ദ ഐ പീസ് ആൻഡ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഐ പീസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെയും നമ്മൾ കണക്ട് ചെയ്യാൻ നമുക്ക് അവിടെ ഒരു ബോഡി ട്യൂബ് ഉണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമുക്കൊരു ആം പോർഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്, ലാർജ് ആയിട്ടുള്ള ഒരു കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉണ്ട്, സ്മോളർ ആയിട്ടുള്ള ഒരു ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബും നമുക്ക് കാണാൻ പറ്റും. അവരുടെ മേജർ പരിപാടി ഫോക്കസിംഗിനാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് എ ബേസ് ഹിയർ. പിന്നെ അതേപോലെ തന്നെ ഒരു ലൈറ്റ് സോഴ്സ് കാണാം, ഒരു കണ്ടൻസർ കാണാം,
പിന്നെ അതേപോലെ ഒരു സ്റ്റേജ് കാണാം. ആ സ്റ്റേജിലാണ് നമ്മൾ സ്പെസിമെൻസിനെ വെക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ഔട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ മൈക്രോസ്കോപ്പിലെ പാർട്സ് ആയിട്ട് പഠിക്കേണ്ടതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്. സോ ലൈറ്റ് മൈക്രോസ്കോപ്പിലെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, സോ ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ ഈ ഒരു ഇമേജ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മാർക്ക് ചെയ്ത് കമന്റ് ചെയ്യണം. ഓക്കെ, സോ ഇത് ഏത് ഭാഗമാണ്? 1 ഏതാണ്, 2 ഏതാണ്, 3 ഏതാണ്, 4 ഏതാണ്, 5 ഏതാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ മൈക്രോസ്കോപ്പിനെ പറ്റിയിട്ടുള്ള ഈസി ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഏതൊക്കെയാണ് ഈ പാർട്സുകൾ എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കമന്റ് ഔട്ട് ചെയ്യുക ഏതൊക്കെയാണ് ഈ പാർട്സ് എന്ന്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. That's it and thank you.